ആരോപണം ശരിയാവുക? ഔദ്യോഗികമായി അറിയിക്കാന്ന് പറഞ്ഞതിന്റെ സംവിധാനം എന്താണ്? ഒരു വാറണ്ട് പ്രതിയെ പിടിക്കാൻ പോലീസ് വന്നാൽ ആ വരുന്ന സ്ഥലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വാറണ്ട് നടപ്പിലാക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള വിവരം കൊടുക്കുക എന്നുള്ളത് മാത്രമേ സാധാരണ സമീപനം. പത്രക്കാരോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അല്ല, മന്ത്രാലയത്തെ അറിയിക്കണ്ടേ? എന്തിനാ മന്ത്രാലയത്തെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. മന്ത്രാലയത്തെ അറിയിക്കേണ്ട ആവശ്യം എന്താ? ഇത് ഒത്തുകളിക്ക് മേരി ബാലകൃഷ്ണൻ ഒത്തുകളി കളിക്കുന്നു എന്നുള്ളതിന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ് ഈ മദനി 9.5 വർഷം ജയിലിൽ കിടന്ന് മോചിതനായി വന്നതിന് ശേഷം പച്ച പരവതാനി വിരിച്ച് സ്വീകരിച്ചതാരാ? ചുവപ്പാണ്, പച്ചല്ല, സോറി. ഒരു കുറ്റവിമുക്തനായിട്ട് വന്ന ആളുകളെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയ കുറ്റമാണ് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായത്. എന്താ? ഭീകരവാദവും തീവ്രവാദത്തിനും കൂട്ടുന്നു എന്നുള്ള കുറ്റമാണുണ്ടായിരുന്നു എന്നല്ലേ? ആ കുറ്റത്തിന് വിമുക്തമായി വന്നാൽ, മോചിതനായി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനർത്ഥം മനസ്സിലാകുന്നു. ഈ ചത്തുപോകുന്ന ആളുകൾക്ക് തൂങ്ങിച്ചാകുമ്പോൾ പുലിക്കൊടിയാണെങ്കിലും കിട്ടിയത് നല്ലത് എന്നുള്ള നിലക്ക് ആണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ PDPയുടെ നാസർ മദനിയെ കൂട്ടുപിടിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ കാരാട്ടിന്റെ പ്രസ്താവന അതല്ലല്ലോ വെളിപ്പെടുത്തുന്നത്. കാരാട്ടിന്റെ പ്രസ്താവന മറ്റൊന്നാണ്. കാരാട്ട് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ കോടിയേരി ബാലകൃഷ്ണൻ പോകുന്നത്? പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ പ്രേരിതമായ സംഭവമല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇത്ര തിടുക്കം കാണിക്കേണ്ട? ഈ കാര്യത്തിൽ ആവശ്യമില്ലല്ലോ. സംരക്ഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ ആ നിരക്ക് പോയാൽ പോരെ? അത് പോലീസ് കൈകാര്യം ചെയ്യില്ലേ? പോലീസ് കൈകാര്യം ചെയ്തതിന്റെ രീതിയിൽ ഞങ്ങൾ പറയുന്നത് തെറ്റ് ചെയ്ത ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം.